നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ല. വീട്ടിലുള്ള 2 ചേരുവകൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക, ദിവസവും കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അത്രയധികം ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒരു ഡ്രിങ്കാണ്. ആരും ഉണ്ടാക്കി നോക്കാതെ നിൽക്കരുത്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് നമുക്ക് പ്രധാനമായും 2 ചേരുവകളാണ് ആവശ്യമായിട്ടുള്ളത്. അതിൽ ഒന്നാണ് സബ്ജ സീഡ്സ്. സബ്ജ സീഡ്സ് എന്നും അതല്ലാതെ ഒത്തിരി പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്, സ്വീറ്റ് ബേസിൽ സീഡ്സ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ വീട്ടിൽ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ സാധാരണ ഉപയോഗിക്കുന്നത് തന്നെയാണ്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് ജസ്റ്റ് 1 ടീസ്പൂൺ മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. വെള്ളത്തിലൊന്ന് കുതിർത്തി വെക്കുക. ഒരു 10 മിനിറ്റൊക്കെ അങ്ങ് കുതിർത്തി വെച്ചാൽ മതി. അപ്പോഴേക്കും ഇത് നന്നായി കുതിർന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു സബ്ജ സീഡ്സ് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള പ്രധാന ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് നല്ല കൂളിംഗ് എഫക്റ്റ് കിട്ടും. അതുപോലെ ഗ്യാസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ഏറ്റവും നല്ലത് BP കൺട്രോൾ ചെയ്യാനാണ്. BP പേഷ്യൻസിനൊക്കെ വളരെ നല്ലതായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം, കോൺസ്റ്റിപ്പേഷൻ കൺട്രോൾ ചെയ്യാനും കോൺസ്റ്റിപ്പേഷൻ റിലീവ് ചെയ്യാനും വളരെ നല്ലതായിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ഇതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ളത് ഇളനീർ വെള്ളമാണ്. അപ്പോൾ ഞങ്ങൾ പുറത്തായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇളനീർ വെള്ളം അങ്ങനെ കിട്ടാനില്ല. അതുകൊണ്ട് ഈ തേങ്ങാ വെള്ളത്തിലാണ് ഞാൻ ഈ ഒരു റെസിപ്പി കാണിക്കുന്നത്. അപ്പോൾ നാട്ടിലൊക്കെ ഉള്ളവർ തീർച്ചയായും ഇളനീർ വെള്ളത്തിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇളനീർ വെള്ളത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, മിക്കവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. എന്നാൽ കൂടി BP കൺട്രോൾ ചെയ്യാനും അതുപോലെ നമ്മുടെ ശരീരത്തിന് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടാൻ ചൂടുകാലത്തൊക്കെ ഏറ്റവും നല്ലതായിട്ടുള്ളതാണ്. നമ്മുടെ ശരീരത്തിലെ മിനറൽസിനെ ബാലൻസ് ചെയ്യാൻ, നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിട്ട് കിട്ടാനും, ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, മൈഗ്രെയിൻ ആയിട്ട് ബുദ്ധിമുട്ടുന്ന പേഷ്യൻസിനൊക്കെ വളരെ നല്ലതായിട്ടുള്ളതാണ് ദിവസവും ഇളനീർ വെള്ളം കുടിക്കുന്നത്. അപ്പോൾ ഇളനീർ വെള്ളവും ഈ സബ്ജ സീഡ്സും തമ്മിലുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇനി നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന സബ്ജ സീഡ്സ് ഇതുപോലെ തേങ്ങാ വെള്ളത്തിനകത്തോട്ടേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇതിനകത്തോട്ടേക്ക് നമ്മളിനി വേറെ കാര്യങ്ങളൊന്നും തന്നെ ചേർത്ത് കൊടുക്കരുത്. ഇളനീർ വെള്ളവും അതുപോലെ തന്നെ സബ്ജ സീഡ്സും ഈ 2 കൂടിയുള്ള ഒരു കോമ്പിനേഷൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഡ്രിങ്ക് ഏറ്റവും നല്ലത് രാവിലെ കുടിക്കുന്നതാണ്. അപ്പോൾ ഇഫ്താർ ടൈമിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് ടൈമിൽ കുടിക്കാൻ വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യാം. കാരണം അത്രയധികം നല്ലതായിട്ടുള്ളതാണ്. എല്ലാവരും ഒന്ന് ദിവസവും കുടിച്ചു നോക്കുക. അപ്പോൾ തേങ്ങാ വെള്ളം ഇളനീർ വെള്ളം കിട്ടുന്നില്ല എന്നാണെങ്കിൽ അറ്റ്ലീസ്റ്റ് തേങ്ങാ വെള്ളത്തിനകത്താണ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുടിക്കുവാണെങ്കിൽ വളരെയധികം നല്ലതായിട്ടുള്ളതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നമുക്ക് നല്ല നല്ല വെറൈറ്റീസുമായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.